കണ്ണൂർ ഉൾപ്പെടെയുള്ള 7 ജില്ലകൾ വ്യാഴാഴ്ച വിധിയെഴുതും. ഒരു മാസക്കാലം നീണ്ടുനിന്ന വീറും വാശിയുമേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൊട്ടിക്കലാശത്തോടെ സമാപനമായിരിക്കുകയാണ്. ഇനി നാളെ നിശബ്ദ പ്രചരണത്തിൻ്റെ ദിനമാണ്. വിവിധ കേന്ദ്രങ്ങളിൽ, കൂത്തുപറമ്പ് മേഖലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ കൊട്ടിക്കലാശം നടന്നു. നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. കൂത്തുപറമ്പ് ടൗൺ കേന്ദ്രീകരിച്ച് കൊട്ടിക്കലാശം ഉണ്ടായിരുന്നില്ല. അത് നേരത്തെ പോലീസും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയൊക്കെ യോഗത്തിൽ അത്തരമൊരു തീരുമാനമെടുത്തിരുന്നു. എന്നാൽ വാർഡുകൾ കേന്ദ്രീകരിച്ചായിരുന്നു കൂത്തുപറമ്പ് നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ കൊട്ടിക്കലാശം. അതേസമയം ഈ കിണവക്കൽ ടൗണിൽ വലിയൊരു കൊട്ടിക്കലാശം തന്നെ ഉണ്ടായിരുന്നു. അതായത് ഇരു വിഭാഗം LDFിൻ്റെയും UDFിൻ്റെയും പ്രവർത്തകർ 2 ഭാഗത്തായി നിന്നുകൊണ്ടായിരുന്നു കൊട്ടിക്കലാശം. അതുപോലെ മറ്റ് കൂത്തുപറമ്പ് നഗരസഭയുടെ സമീപ പഞ്ചായത്തുകളിലൊക്കെ തന്നെ അതത് പ്രദേശങ്ങളിൽ കൊട്ടിക്കലാശം നടന്നു. ബൈക്ക് റാലിയും അതുപോലെ മറ്റ് വാർഡ് കേന്ദ്രീകരിച്ചുള്ള പ്രകടനങ്ങളുമൊക്കെയാണ് ഇന്ന് നടന്നത്. കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു ഈ കൊട്ടിക്കലാശം. അതായത് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനായി കനത്ത പോലീസ് സുരക്ഷ തന്നെ ഒരുക്കിയിരുന്നു. പോലീസിനൊപ്പം റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും ഈ സുരക്ഷ ഒരുക്കുന്നതിനായി ഉണ്ടായിരുന്നു. ഇനി നാളെ, അതായത് ബുധനാഴ്ച നിശബ്ദ പ്രചരണത്തിൻ്റെ ഒരു ദിനമാണ്. അത് കഴിഞ്ഞ് വ്യാഴാഴ്ച ഈ 7 ജില്ലകൾ, കണ്ണൂർ ഉൾപ്പെടെയുള്ള 7 ജില്ലകൾ വിധി എഴുതും. മറ്റ് 7 ജില്ലകളുടെ വോട്ടെടുപ്പ് ചൊവ്വാഴ്ച ഇന്ന് നടന്നു കഴിഞ്ഞിരുന്നു. ഇനി ബാക്കി കണ്ണൂർ ഉൾപ്പെടെയുള്ള 7 ജില്ലകളുടെ തെരഞ്ഞെടുപ്പാണ് നടക്കാനിരിക്കുന്നത്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇത്തവണ വലിയൊരു വീറും വാശിയും തന്നെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണാനായത്. വലിയൊരു വീറും വാശിയുമുറ്റ തെരഞ്ഞെടുപ്പ് പ്രചരണം തന്നെയായിരുന്നു ഇത്തവണത്തേത്. 3 മുന്നണികളും ഒരുപോലെ അവരുടെ ശക്തി തെളിയിക്കാനും അതുപോലെ അവരുടെ നിലവിലുള്ള ഭരണം നിലനിർത്താനും അതുപോലെ ഭരണത്തിലില്ലാത്തവർ സീറ്റ് പിടിച്ചെടുക്കാനുമൊക്കെയുള്ള വലിയൊരു കൊണ്ടുപിടിച്ച പ്രചരണമായിരുന്നു ഈ കഴിഞ്ഞ ഒരു മാസക്കാലം കണ്ടത്. അത് ഇനി എത്തരത്തിൽ വിധിയെഴുത്തിലേക്ക് വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഇനി ബുധനാഴ്ച രാവിലെ മുതൽ ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണവും മറ്റും അതത് കേന്ദ്രങ്ങളിൽ, ഓരോ കേന്ദ്രങ്ങളിൽ ആരംഭിക്കും. വൈകുന്നേരത്തോടെ തന്നെ ബൂത്തുകളെല്ലാം സജ്ജമാകും.
വ്യാഴാഴ്ച രാവിലെ കൃത്യം 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കും. അപ്പോൾ ഏത് തരത്തിലായിരിക്കും ഈ വിധിയെഴുത്ത്, ജനങ്ങൾ എന്ത് വിധിയെഴുതി എന്ന് നമുക്ക് 13-ാം തീയതി അറിയാൻ സാധിക്കും. ക്യാമറമാൻ രാഹുൽ രാമകൃഷ്ണനോടൊപ്പം സൂര്യനാവള്ളൂർ, ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.